ഗൈസ് നമ്മുടെ ആക്സസ് തിരിച്ചു വന്നിട്ടുണ്ട്. സനു ഒരു ഹായ് പറ. അപ്പോൾ ഗൈസ് നമ്മുടെ ആക്സസ് തിരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലം കേട്ടോ ഗൈസ് മൊത്തം ചളിയായി. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തെന്നാ നിങ്ങൾക്ക് ചെറിയ ഉപകാരം ഉണ്ടെങ്കിൽ കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ അതിൻ്റെ ബോഡി പാർട്സുകളാണ് ഗൈസ്. കോഴിക്കോടെല്ലാം പോയിട്ട് എടുത്തിട്ടുണ്ടോയെന്നാണ്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ് എന്തോ വരുന്ന അയക്കാൻ ഒരു സ്ക്രൂ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയും വന്ന് കഴിഞ്ഞ് പോയതാണ് ഗൈസ്. ഏത് വണ്ടിയാണ് കഴിഞ്ഞതെന്ന് ആർക്കും എനിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ 12 വയസ്സുള്ള പയ്യെ. ഇത് ഇവിടുത്തതാന്ന് തോന്നുന്നു ഗൈസ്. ഡിക്കിയിലിട്ട് വെച്ചാ എന്തായാലും അഴിഞ്ഞ് വീണിട്ട് എവിടെയെങ്കിലും നിന്ന് പോയാൽ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ പയ്യെ. ഏകദേശം 12 വയസ്സുള്ള പ്രായമുണ്ട്. പണിത് ജാലായിക്ക് ഗൈസ്. ഏകദേശം ഒരു 10-13 രൂപയുടെ പണി ഇപ്പോൾ ഇവ കഴിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻജിൻ്റെ പണി, പിന്നെ ടയറ്, ബാറ്ററി എല്ലാ തേങ്ങാക്കൊലയും കൂടിയും കഴിച്ചിട്ടുണ്ട് ഗൈസ്. കുറേ കാലമായില്ലേ ഷോർട്സിലെല്ലാം നമ്മുടെ വണ്ടീനെ പറ്റിയിട്ട് ഇങ്ങനെ ഇത് വേണ്ടിയിട്ട് എന്തെന്നേനു എയർ ഫിൽറ്റർ, ഇതിനുള്ളിലുള്ള എയർ ഫിൽറ്റർ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ കോഴിക്കോടെല്ലാം പോയി. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചേ. ഐഷു ആണ് ഗൈസ് ബഹളം ഉണ്ടാക്കുന്നത്. ഐഷു ഒരു ഹായ് ബോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇനി ഞങ്ങൾക്കൊന്ന് സൗണ്ടെല്ലാം ഒന്ന് കേൾപ്പിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൗണിലേക്ക് പോയിട്ട് ഇനി ലൈറ്റൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അല്ല കണ്ടീഷൻ സൗണ്ടല്ല ഈ ഗൈസ്. ഇതിനാദ്യം തന്നെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ വണ്ടിക്ക് നിൽക്കാൻ പറ്റൂല. ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇട്ടാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ അങ്ങ് ഓഫായിപ്പോയി. ഇപ്പം ഞാൻ ഓഫാക്കിയാണ് ഗൈസ്. അങ്ങ് ഓഫായി അങ്ങ് പോകും. അങ്ങനെ പ്രശ്നങ്ങൾ. എയർ ഫിൽറ്റർ ബോക്സിന് എന്തോ പറ്റിയതാ. അത് കഴിഞ്ഞപ്പോൾ എൻജിന് പ്രശ്നം ഗൈസ്. എന്തായാലും നമുക്ക് ഇതിൽ പോയി ലൈറ്റ് പിടിപ്പിച്ചിട്ട് വരാം. ലൈറ്റൊന്നും കത്തുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ പെട്ടുപോയി ഗൈസ്. വരുന്ന വഴിക്ക് ലൈറ്റ് അടിച്ചു പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ലൈറ്റെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ചെറിയ വീഡിയോ ആണേ. എന്തായാലും നമുക്ക് ടൗണിലേക്ക് പോയിട്ട് വരാം. ഒരു കണ്ണാടി നമ്മൾ അയച്ചു വെച്ചിട്ടാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ പണിയൊന്നും കഴിഞ്ഞോട്ടെന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇത് അയക്കണം. ഇത് അയച്ചിട്ട് വേണം ലൈറ്റിൻ്റെ സെറ്റ് ചെയ്യാൻ. മീറ്റർ ലൈറ്റൊക്കെ വർക്കിംഗ് ആണ് ഗൈസ്. മീറ്റർ വർക്കിംഗ് അല്ലെങ്കിലും ബ്രേക്കെല്ലാം പക്കയാണേ. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. എത്തിയിട്ടുണ്ട്. പൈസ അങ്ങനെ രണ്ടാമത്തെ ടൈമിൽ വന്നിട്ടുണ്ട്. കിട്ടിയ ഭാഗം എന്തെല്ലാം ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. ആദ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബൾബ് അടിച്ചു പോയതാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഗൈസ് അങ്ങനെ ബൾബെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ സൗണ്ടാണ് ഗൈസ്. ഒരു അഗ്രസീവ് മൂഡ് ഗൈസ്. ഇതുപോലത്തെ വണ്ടികൾക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ്. അപ്പോൾ എന്താ മാറ്റേണ്ടതെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ബോക്സ് ഇല്ലേ, ഫിൽറ്റർ ബോക്സിനാണ് മെയിനായിട്ടുള്ള പണി വരുന്നത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സാധനം. ഏകദേശം ഒരു 3-4 ഇപ്പോൾ ഇതിൻ്റെ മാറ്റി. ഇതിന് ചെറിയ ഹോൾസൊക്കെ വരുന്ന നേരം പ്രഷർ എന്താ ഔട്ടായി പോവാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ തന്നെ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10-13 രൂപയുടെ പണി കഴിച്ചിട്ടുണ്ടാവും. കാരണം എല്ലാം കംപ്ലീറ്റ് കഴിച്ചാണ്. ഇനി പണി വരില്ല എന്ന് വിചാരിക്കാം. പിന്നെ വെച്ചാൽ ഇത് ഏകദേശം വണ്ടി നോക്കുവാണെങ്കിൽ ഒരു 10-12 രൂപയൊക്കെ ഉണ്ടാവും. 2015 മോഡലാണ്. ഏകദേശം ഇപ്പോൾ ഒരു 12 കൊല്ലത്തെ പഴക്കമുണ്ട്.
അപ്പോൾ ഇപ്പോൾ അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ പിന്നെ സെറ്റാക്കി എടുത്തത്. പക്ഷെ ഓടിക്കാൻ പക്കയാണ് ഗൈസ്. ഇതുപോലെ സുഖമുള്ളൊരു വണ്ടി വേറെ ഇല്ല. എന്തായാലും എനിക്ക് കുറച്ച് കാലം കൂടി ഓടി നോക്കാം എന്താ സ്ഥിതിഗതികൾ എന്നല്ലോ. കൈക്കപ്പോൾ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. വണ്ടീൻ്റെ പണി നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഫുൾ എൻജിൻ പണി തന്നെയാണ്. പിന്നെ സീറ്റ് കവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ, ബാറ്ററി, അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. മൊത്തം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടിയാണ് മൊത്തമായിട്ടും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പുറത്ത് വലിയ ലുക്കൊന്നുമില്ല. ഇനി പഠിപ്പിക്കുന്നതാണെങ്കിൽ ഇനിയും കൊണ്ട് ഒരു 2-3 ഉറുപ്പ്യേൻ്റെ പണിയും കൂടി. അവസാനത്തെ ഇതാ വണ്ടി എടുത്ത് പോകാൻ നോക്കുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് സനൂത കല്യാണത്തിന് പോവാണ്. സനൂൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്. സീറ്റെല്ലാം സെറ്റാ, എല്ലാം സെറ്റ് മാറ്റി. പക്ഷെ ലോക്കാവില്ല. അമ്മ അടുത്ത് ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇവരെ ഗൈസ് സനു വണ്ടി എടുത്ത് പോകാൻ നോക്കുവാണ്. ഇനി ഒരു തിരിച്ചു വരവില്ല ഹാജി ചേട്ടാ. എന്നാ കിട്ടോ ഓഫാക്ക്. ഗൈസ് അങ്ങനെ സനു ഇതാ പോയിരിക്കുകയാണ്. ആ വണ്ടീൻ്റെ മുകളിൽ ഒരു സ്ക്രൂ ഞാൻ ഊരി കിട്ടും. പിന്നെ ബ്രേക്ക് വായിച്ചിട്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അമ്മ ഒരു ഹായ് വാ. ഒരു ഹായ്. അപ്പൊ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹായ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്